കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. രാഹുൽ സുരേഷ് കോഴിക്കോടും ചെയ്തു. രാഹുൽ, ദിവസങ്ങളായി 6 വിദ്യാർത്ഥികൾ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ കഴിഞ്ഞു വരികയാണ്. എന്തൊക്കെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്? എന്തൊക്കെയാണ് കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറയുന്നത്? സുഹൈൽ, ഷഹബാസ് കൊലക്കേസിൽ പ്രതികളായ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇവയായിരുന്നു. അതായത് പ്രായപൂർത്തിയാകാത്ത കാര്യം കേസിൽ പരിഗണിക്കരുത്, കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഈ കൊലപാതകം നടത്തിയത്. അതുമാത്രമല്ല, വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമത്തിലെ ചാറ്റുകൾ ഇതിന് തെളിവാണെന്നും പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് വാദിച്ചു. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. നിലവിൽ 6 വിദ്യാർത്ഥികളും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കീഴിലുള്ള കെയർ സെന്ററിലാണ് ഉള്ളത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 6 വിദ്യാർത്ഥികളുടെയും കസ്റ്റഡി കാലാവധി നീട്ടുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഈ പ്രതികളായ വിദ്യാർത്ഥി ഇനിയും റിമാൻഡിൽ തുടരും എന്നതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 വിദ്യാർത്ഥികൾക്ക് വേണ്ടി 4 അഭിഭാഷകരാണ് കോടതിയിൽ വാദിച്ചത്. അതായത് ഇപ്പോൾ അവധിക്കാലമാണ്, അതുകൊണ്ട് മാതാപിതാക്കളുടെ കൂടെ ഈ 6 വിദ്യാർത്ഥികളെയും ജാമ്യം നൽകി വിടണമെന്നായിരുന്നു പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത്. അതുമാത്രമല്ല, കുട്ടികളുടെ പേരിൽ മുമ്പ് മറ്റു കേസുകൾ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല പ്രായപൂർത്തിയായിട്ടുമില്ല എന്നീ കാര്യങ്ങളായിരുന്നു പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത്. എന്നാൽ ഈ വാദം അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളി ഉത്തരവായിരിക്കുന്നത്. സുഹൈൽ, സോഷ്യൽ മീഡിയയിൽ കൊലവിളി നടത്തി ഒരാളെ കൊലപ്പെടുത്തിയാൽ കേസൊന്നും ഉണ്ടാകില്ലെന്ന് പരസ്പരം സന്ദേശങ്ങൾ അയച്ച് അതിഗൂഢമായി അതീവാസൂത്രിതമായി നടത്തിയ കൊലപാതകത്തിൽ ഷഹബാസ് കൊലപാതകത്തിൽ പ്രായപൂർത്തിയാകാത്ത 6 വിദ്യാർത്ഥികൾക്കും ജാമ്യമില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് രാഹുൽ സുരേഷ് റിപ്പോർട്ട് നൽകിയത്.